നമ്മുടെ അയൽവാസി ഉണ്ടല്ലോ പാകിസ്ഥാൻ, അത് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ചതിര ഉസ്താദാന്നുള്ളത് ആർക്കറിയാത്തത്? ലോകത്തിന് മുഴുവൻ അറിയാം. ചതിര ഉസ്താദാണ്. ഇപ്പോൾ സൗദി ആയിട്ടൊരു കരാറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അൺവേദമ്പറല്ലേ, സൗദി ഇത്ര പാവങ്ങളായി പോയല്ലോ ഈ ചതിയന്മാരെ കൂടെ കൂടിയിട്ട്. അവരൊക്കെ തോന്നുന്നുണ്ട്, അവരൊക്കെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സൗദിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പാകിസ്ഥാനിൽ ജനങ്ങൾ പാവങ്ങളാ, അവർ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളാ. അവർ മതമൊക്കെ ഏതായിക്കോട്ടെ, നമ്മുടെ സഹോദരന്മാരവർ. പക്ഷെ അവിടുത്തെ ഭരണാധികാരികളാണ് ചതിക്കണത്. അത് കാരണം ആ ജനത്തിനെ കുറിച്ച് നമുക്കൊന്നും പറയാനായിട്ടൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും അവരെ കൂട്ടുകെട്ട് ശ്രദ്ധിച്ചു നോക്കിയിട്ട് ചൈന, അടുത്തത് അമേരിക്കയുടെ വാലാണ് അവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കളീന്. അതൊക്കെ അവർ എവിടെ കിട്ടണമെന്ന് വെച്ചാൽ അവിടെ പോയി തല ചൊറിഞ്ഞ് നിൽക്കും. നമ്മുടെ അടുത്ത് വരും, പിന്നെ അവർ മീശ പിരിച്ച് വരിക. ഇപ്പം ഞങ്ങൾ വാക്കും മേടിച്ച് അടി കൊള്ളാനായിട്ട്, തല്ല് കൊള്ളാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞ ടീമുകളാണ്. പക്ഷേ ഇറാൻ എന്തൊക്കെയാണ് അവിടെ അവരെ അഭ്യന്തര കാര്യങ്ങൾ അവരുടെ നാട്ടിൽ പലതും ഉണ്ടെങ്കിലും അതൊക്കെ ഒരു നെറിവുള്ള രാജ്യമാണ്. നമ്മുടെ ചാമ്പകാർ പോർട്ട് അവർ നമുക്ക് തന്നു. എന്ത് വിഷയം ഉണ്ടായാലും ആ കാര്യത്തിലൊക്കെ അവർ നമ്മുടെ കൂടെ നിന്നത്, നമുക്ക് അവരൊന്നും തള്ളി പറയാൻ ഒരു നെറിവുള്ള ടീമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ പാകിസ്ഥാൻ്റെ മേലുള്ള ഒരു പറ്റിക്കൽ ടീമുകളല്ല അവർ. അല്ല, അവരെ കൂട്ടുകെട്ടനെ ശ്രദ്ധിച്ചറിയാമല്ലോ. ചൈന, തുർക്കി, അമേരിക്ക നല്ല അളിയന്മാരായിട്ട് കൂട്ട്. അപ്പോൾ ആ കൂട്ടിൽ തന്നെ അവർ അത് ചേരുമോ? ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ സ്വർഗ്ഗമാണ് നമ്മുടെയൊക്കെ രാജ്യം. പറഞ്ഞ വാക്കിന് നെറിവ്. അതുപോലെ തന്നെ നമ്മൾ അനാവശ്യമായിട്ട് ആരും ഉപദ്രവിക്കില്ല. നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അതാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഇത്രയും ബഹുമാനവും ഇത്രയും റെസ്പെക്റ്റും കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഭരണാധികാരി മോദിജി നല്ല അടിപൊളി തന്നെ കേട്ടോ. അത് സമ്മതിക്കാണ്ട് പറ്റില്ല. എന്ന് ഒരിക്കൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻകാർ പറഞ്ഞില്ലേ, മോദിജി ഞങ്ങളുടെ നാട്ടിലേക്ക് വാ, മോദിജി ഞങ്ങളെ ഭരിച്ചാൽ മതി എന്നൊക്കെ. നമുക്കൊരു അഭിമാനം തന്നെ കേട്ടോ അത്.